അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉണ്ടായ സുസുക്കി മോട്ടോർ സൈക്കിളിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയ കമൻസ് ഒക്കെ വളരെ വേദനിപ്പിക്കുന്നതല്ല, ആർക്കും കമൻറ്റ് ഇടാനുള്ള അവകാശമുണ്ട്, എങ്കിലും കുറച്ച് കുത്തുന്ന രീതിയിലുള്ളതായിരുന്നു. എന്നെ കുറേ പേര് മണ്ടൻ, പൊട്ടൻ എന്നൊക്കെ ബഹുഭൂരിപക്ഷം ലയൺ ഷെയർ വന്ന കമൻറ്റുകളും എന്നെ പൊട്ടാ മണ്ട എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാണ്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ആർക്കും എന്ത് വേണം വിളിക്കാം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ എനിക്ക് തോന്നുന്നത്, അല്ലെ എനിക്ക് ചിന്തിക്കുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം എനിക്ക് ആ ടൈമിന് തോന്നിയത് ആണ് ഞാൻ ചെയ്തത്. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് ഞാൻ അതിലോട്ട് പോയത്, അല്ലെങ്കിൽ ഈ ബ്രേക്കില്ലാത്ത ബൈക്കും കൊണ്ട് 28 രൂപയുടെ സ്പെയർ മേടിക്കാൻ വേണ്ടി കോട്ടയത്ത് എന്തുകൊണ്ട് ഞാൻ പോയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം എൻ്റെ ഒരു സമാധാനത്തിന്. ഓക്കെ. ഞാൻ ഇതിന് മുമ്പത്തെ എൻ്റെ ഇൻട്രൂഡറിൻ്റെ വീഡിയോ എടുത്ത് അറിയാൻ പറ്റും. ഞാൻ ഈ ബൈക്ക് എടുത്തപ്പോൾ തൊട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ച് വണ്ടി തള്ളാനും പറ്റത്തില്ല, ഓടിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 3, 4, 5 പ്രാവശ്യം കൊണ്ട് വണ്ടി റെഡിയാക്കി അഴിച്ച് ക്ലീൻ ചെയ്തിട്ടൊന്നും ആർക്കും അത് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് എനിക്ക് ഇതും കൊണ്ട് ലോങ് ഒക്കെ പോകാൻ നല്ല പേടിയായിരുന്നു ആദ്യമൊക്കെ. അവസാനമാണ് ഇതിൻ്റെ റിങ്സ് ഞാൻ അങ്ങ് ദൂരെ പോയി ഷോറൂമിലൊന്നും കിട്ടാനില്ലാഞ്ഞിട്ട് ഒരു ലോക്കൽ കടയിൽ നിന്ന് അങ്ങേർക്ക് എന്തോ ഭാഗ്യത്തിന് ഒരു എണ്ണം ഇരുന്നു ഇതിൻ്റെ കാലിപ്പറിനകത്തുള്ള റിങ്സ്. അങ്ങനെ ആ ഓയിൽ റിങ്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഓടാൻ തുടങ്ങിയത്, അല്ലെ വണ്ടി സമാധാനമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് വീടിൻ്റെ അപ്പുറം വരെ കൊണ്ടുപോകാൻ വരെ പേടിയായിരുന്നു. സോ നേരത്തെ പുള്ളി 250 രൂപയ്ക്ക് തന്ന ആ പഴയ കാലിപ്പർ, എനിക്ക് 2015 മുകളിൽ ജിക്സ് ഉണ്ടായെന്ന് തോന്നുന്നു, അത് മേടിച്ചിട്ടാൽ പുതിയ ബൈക്കിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പഴയ കാലിപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓട്ടത്തിനിടയ്ക്ക് അത് പിന്നെയും ബൈൻഡ് ചെയ്യും, പിടിച്ച് നിൽക്കും. പിന്നെ ഇത് അഴിച്ച് ക്ലീൻ ചെയ്ത് റിങ്സ് ഒക്കെ ദൈവത്തിനറിയാം എവിടെ നിന്നും കിട്ടുമെന്ന്. റിങ്സ് ഒക്കെ മാറി വരുമ്പോഴത്തേക്ക് എൻ്റെ കുറേ ദിവസങ്ങൾ അങ്ങനെ പോകും, കണ്ടമാനം കാശും പോകും. സോ ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കാലിപ്പർ വേണ്ട, ആ ബോൾട്ട് മാത്രമായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനൊരു സുസുക്കി മോട്ടോർ സൈക്കിളിൻ്റെ ഓണറാണ്. എനിക്ക് ഈ സ്പെയർ എങ്ങനെ കിട്ടത്തില്ലെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് 28 രൂപയുടെ സാധനം എൻ്റെ തലയ്ക്ക് 250 രൂപയ്ക്ക് വെക്കാൻ നോക്കിയത്. ഒരാളുടെ അവസരം മുതലാക്കിയിട്ട് കച്ചവടം നടത്തുന്നതിനകത്ത് ഞാനൊരു ശരി കാണുന്നില്ല. എൻ്റെ ഒരു അവസ്ഥ ഇതായതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. അല്ലാതെ പുള്ളിക്ക് അറിയാം ആ കാലിപ്പറിൻ്റെ സ്ക്രൂ ഇല്ലെങ്കിലും ഇത് മേടിക്കാൻ വരുന്നവരൊക്കെ അതില്ലെന്ന് പറഞ്ഞാലും ആൾക്കാർ മേടിച്ചുകൊണ്ടൊക്കെ പോകും, ചുമ്മാ പറയുന്നതാണ്. അല്ലെ തന്നെ ഈ പഴയ സ്ക്രൂ കാലിപ്പർ മാറാൻ വരുന്നവൻ്റെ എന്തായാലും ഈ സ്ക്രൂ എന്തായാലും കാണും. അത് പുള്ളി വെറുതെ അടിച്ചാണ്. ഞാൻ ഒരു ഗതികേട് നിൽക്കുന്നു, ഞാനപ്പോൾ എത്ര രൂപ കൊടുത്തും ആ സ്പെയർ മേടിക്കുന്നു പുള്ളിക്കൊരു തോന്നലുണ്ടായ കൊണ്ടാണ് പുള്ളി അങ്ങനെ 28 രൂപയുടെ സാധനം 250 രൂപയ്ക്ക് എൻ്റെ തലയ്ക്ക് വെക്കാൻ നോക്കിയത്. എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ മണ്ടനും പൊട്ടനും ആയതുകൊണ്ടല്ല ഞാൻ അതിനെ എതിർത്തത്. കാരണം